ഞാൻ വെങ്കടേഷ് അയ്യർ, പൂന്തോട്ട നഗരിയായ ബംഗളൂരുവിൽ നിന്ന് ഇന്നത്തെ മാതൃഭൂമി പത്രം വായിക്കുകയാണ്. 27 ഓഗസ്റ്റ് 2024 ചൊവ്വാഴ്ച, 1200 ചിങ്ങം 11. ഒന്നാം പേജിൽ തന്നെ ഒരു വർണ്ണ ചിത്രമാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ചിരിതൂകി കളിയാടി എന്ന ഒരു തലക്കെട്ടോടെ ഒരു വർണ്ണ ചിത്രം. കോഴിക്കോട്ടിൽ നടന്ന ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയിൽ പിഞ്ചുകുട്ടികൾ ശ്രീകൃഷ്ണന്റെ വേഷം ധരിച്ചുകൊണ്ടുള്ള ഒരു വർണ്ണ ചിത്രം. അതിന്റെ അടിക്കുറിപ്പായി ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട്ട് നടന്ന ശോഭായാത്രയിൽ നിന്ന് എന്നൊരു അടിക്കുറിപ്പുമുണ്ട്. ഏറ്റവും വലിയ പ്രാധാന്യത്തോടെ വീണ്ടും മാതൃഭൂമി ഒന്നാം പേജിൽ കൊടുത്തിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. വെള്ളിത്തിരയിൽ തീ ആളുന്നു, നേരറിയാൻ വനിതാ അന്വേഷണ സംഘം, രഞ്ജിത്തിന്റെ പേരിൽ ജാമ്യമില്ലാ കേസ്. ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിട്ട പീഡനങ്ങളെ പറ്റിയുള്ള വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും തുടരുന്നു. ഇതിനിടെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണം സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന പ്രത്യേക പോലീസ് സംഘം വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി. മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയ ചിലരിൽ നിന്ന് സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥർ ഫോണിൽ പ്രാഥമിക വിവരങ്ങൾ ആരാഞ്ഞു. ചൊവ്വാഴ്ച പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് അടുത്ത ദിവസം അന്വേഷണം ആരംഭിക്കും. ഒരു ബോക്സ് ന്യൂസ്. നടിക്കെതിരെ പരാതി നൽകി സിദ്ദിഖ്. തനിക്ക് നേരെ ആരോപണം ഉന്നയിച്ച യുവ നടിയുടെ പേരിൽ പരാതിയുമായി നടൻ സിദ്ദിഖ്. ആരോപണം വാസ്തവ വിരുദ്ധമാണെന്നും അതിനു പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. 4 നടന്മാർക്കെതിരെ പരാതി. ജയസൂര്യ, മുകേഷ്, ഇടവേള ബാബു, മണിയൻപിള്ള രാജു എന്നിവർ മോശമായി പെരുമാറിയെന്ന ആരോപണവുമായി നടി മിനു മിനീർ തിങ്കളാഴ്ച രംഗത്തെത്തി. ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും KPCC നിയമ സഹായ സമിതി അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ, വിച്ചു എന്നിവർക്കെതിരെയും ആരോപണമുണ്ട്. പരാതി നൽകുമെന്നും അറിയിച്ചു. ഹേമ കമ്മിറ്റി അന്വേഷണം വേണമെന്ന് പൃഥ്വിരാജ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സമഗ്ര അന്വേഷണം വേണമെന്നും പരാതികൾ പരിഹരിക്കുന്നതിൽ താരസംഘടനയായ അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും നടൻ പൃഥ്വിരാജ്. റിപ്പോർട്ടിലുള്ള പേരുകൾ പുറത്തുവിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അധികാരികളാണ്. സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ മാറി നിന്ന് അന്വേഷണം നേരിടുകയാണ് മര്യാദയുടെ ഭാഗമായി ചെയ്യേണ്ടത്. വയനാട് ദുരന്തം സഹായവുമായി മധ്യപ്രദേശും UPയും. കേരളത്തിൽ പ്രകൃതി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് 20 കോടി രൂപ സഹായധനം പ്രഖ്യാപിച്ച മധ്യപ്രദേശ് സർക്കാർ. ത്രിപുരയ്ക്കും സഹായമുണ്ട്. മുഖ്യമന്ത്രി മോഹൻ യാദവാണ് സാമൂഹിക മാധ്യമത്തിലൂടെ പ്രഖ്യാപനം നടത്തിയത്. മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രിയെ കാണും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് പ്രത്യേക സഹായധനം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണും. വയനാടിന് പ്രാഥമിക സഹായമായി 900 കോടി രൂപ അടിയന്തരമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള നിവേദനം കേരള സർക്കാർ ഇതിനകം സമർപ്പിച്ചിട്ടുണ്ട്. യുക്രൈനിൽ റഷ്യയുടെ കനത്ത ആക്രമണം. 100-ലേറെ മിസൈലുകളും 100ഓളം ഡ്രോണുകളും അയച്ച് യുക്രൈനെ ആക്രമിച്ച റഷ്യ. തിങ്കളാഴ്ച രാവിലെ നടന്ന ആക്രമണത്തിൽ 5 പേർ മരിച്ചു. രാജ്യവ്യാപകമായി വൈദ്യുതിയും ജലവിതരണവും തടസ്സപ്പെട്ടു. യുക്രൈന്റെ ഗ്രിഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന അയൽ രാജ്യമായ മോൾഡോവയിലും ചെറിയ തോതിൽ വൈദ്യുതി തടസ്സമായി. ഉരുകുന്നൊരച്ഛൻ എന്ന ഒരു വർണ്ണ ചിത്രം കൊടുത്തിട്ടുണ്ട്. കഴക്കൂട്ടത്തു നിന്ന് കാണാതായ അസം സ്വദേശിയായ പെൺകുട്ടി പൂജപ്പുരയിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഓഫീസിൽ മാതാപിതാക്കളെ കാണാനെത്തിയപ്പോൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന പിതാവിന്റെ ഒരു വർണ്ണ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്തത് S ശ്രീകേഷ്. തെരുവ് നായ ആക്രമണം. സിരിജഗൻ കമ്മിറ്റി സിറ്റിംഗ് നിർത്തി. തെരുവ് നായ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ ജസ്റ്റിസ് S സിരിജഗൻ കമ്മിറ്റി അപേക്ഷകൾ പരിഗണിക്കുന്നത് താൽക്കാലികമായി നിർത്തി. കമ്മിറ്റി തുടരുന്ന കാര്യത്തിൽ സുപ്രീം കോടതി വ്യക്തത വരുത്താത്തതിനാലാണിത്. T ഷിനോദ് കുമാർ അന്തരിച്ചു. കോഴിക്കോട്. മാതൃഭൂമി കോഴിക്കോട് യൂണിറ്റിലെ ചീഫ് സബ് എഡിറ്റർ പാവങ്ങാട് പുത്തൂർ ക്ഷേത്രത്തിന് സമീപം സത്യ വീട്ടിൽ T ഷിനോദ് കുമാർ 52 അന്തരിച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഹൃദയാഘാതത്തെ തുടർന്നാണ് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരിച്ചത്. ഏകീകൃത പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ രൂപരേഖ തയ്യാറാക്കും. ധനമന്ത്രാലയം സംസ്ഥാനങ്ങളുമായി കൂടിയാലോചന നടത്തും.
സർക്കാർ ജീവനക്കാർക്കായി പ്രഖ്യാപിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി UPS എങ്ങനെ നടപ്പാക്കണമെന്ന് വ്യക്തമാക്കുന്ന ചട്ടക്കൂട് തയ്യാറാക്കാൻ ധനമന്ത്രാലയത്തിന് കീഴിലെ ചെലവ് വിഭാഗം തയ്യാറെടുക്കുന്നു. ഓരോ വിഭാഗക്കാർക്കും ഏതെല്ലാം രീതിയിലാണ് പദ്ധതി നടപ്പാക്കേണ്ടതെന്ന് വ്യക്തമാക്കുന്ന ചട്ടക്കൂട് ലഭിച്ചാലേ സംസ്ഥാനങ്ങൾക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാകൂ. ധനമന്ത്രാലയം ഇതു സംബന്ധിച്ച് സംസ്ഥാനങ്ങളുമായി കൂടിയാലോചന നടത്തും. ഏറ്റവും അവസാനത്തെ വാർത്ത 1-ാം പേജിലെ അപകട നേരം 6 PM to 9 PM. റോഡ് അപകടവും മരണവും കൂടുതൽ ഗ്രാമങ്ങളിൽ. 2022 അപകടങ്ങൾ സംഭവിച്ചത് കേരളത്തിൽ 9376, മരണം 914. 2023 10,115 അപകടങ്ങൾ കേരളത്തിൽ സംഭവിച്ചു, 856 മരണം. ഈ വർഷം ജൂൺ വരെ 1998 മരണങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2022 അപകടങ്ങൾ നഗരങ്ങളിൽ 2312, ഗ്രാമങ്ങളിൽ 7064. ഇതിന് കാരണമായി പറഞ്ഞിട്ടുള്ളത് വാഹന തിരക്ക്, റോഡിലെ കുഴികൾ, വീതിക്കുറവ്, വെളിച്ചക്കുറവ്. കേരളത്തിൽ റോഡ് അപകടങ്ങൾ കൂടുതൽ നടക്കുന്നത് വൈകിട്ട് 6 മുതൽ രാത്രി 9 വരെ എന്ന് കേരള പോലീസ്. സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ തയ്യാറാക്കിയ സ്ഥിതി വിവര കണക്കിലാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഉള്ളത്. ഇനി നമ്മൾ അകം പേജുകളിൽ അകത്തോട്ട് പോവുകയാണ്. ആശയക്കുഴപ്പത്തിൽ CPM, ആരോപണങ്ങൾ ഏറെ. റിപ്പോർട്ടിന് പിന്നാലെ പാർട്ടി MLA ആയ മുകേഷിന് നേരെ ആരോപണം വന്നതോടെ CPM വെട്ടിലായി. ഹൈക്കോടതി നിലപാടനുസരിച്ച് തുടർ നടപടിയെന്ന ധാരണയിലാണ് റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്ത CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞു പിരിഞ്ഞത്. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ല, റിപ്പോർട്ട് നേരത്തെ വരണമായിരുന്നുവെന്ന് നടൻ പ്രേംകുമാർ. കൂടുതലായി ഒന്നും പറയാനില്ലെന്ന് സജി ചെറിയാൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ നിയമപരമായ കാര്യങ്ങൾ നടപ്പാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്, തനിക്ക് കൂടുതലായി ഒന്നും പറയാനില്ല. അമ്മ ഉടൻ യോഗം ചേരില്ല. ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ രാജിയും നടന്മാർക്ക് നേരെ ഉയർന്ന ലൈംഗിക പീഡന പരാതികളും സൃഷ്ടിച്ച പ്രതിസന്ധി പരിഹരിക്കാൻ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ. സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ഉടൻ ചേരില്ല. അനൌദ്യോഗിക ചർച്ചകളിലാണ് നേതൃത്വം. മാറ്റം അനിവാര്യമെന്ന പ്രഖ്യാപനവുമായി WCC. സിനിമാ മേഖലയിൽ സ്ത്രീകളുടെ തുടരെയുള്ള വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ മാറ്റം അനിവാര്യമെന്ന പ്രഖ്യാപനവുമായി WCCയുടെ സാമൂഹിക മാധ്യമ കുറിപ്പ്. UPS തള്ളി പ്രതിപക്ഷ യൂണിയനുകൾ, അനുകൂലിച്ച് BMS. ഏകീകൃത പെൻഷൻ പദ്ധതിയെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ തള്ളിപ്പറയുമ്പോൾ അനുകൂലിച്ച് BJP അനുകൂല തൊഴിലാളി സംഘടനയായ BMS. പന്ത് സംസ്ഥാനങ്ങളുടെ കോർട്ടിലിട്ട് കേന്ദ്രം. സർക്കാർ ജീവനക്കാർക്കായി പ്രഖ്യാപിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി സംസ്ഥാനങ്ങളും പിന്തുടരണമെന്ന് പരോക്ഷമായി അഭ്യർത്ഥിക്കുന്നതിലൂടെ രാഷ്ട്രീയ നീക്കവുമായി കേന്ദ്രം പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് തിരിച്ചു പോകണമെന്ന് പ്രതിപക്ഷം. സിനിമാ കോൺക്ലേവുമായി സർക്കാർ മുന്നോട്ട്. ബഹിഷ്കരണ ഭീഷണികൾക്കിടയിലും സിനിമാ കോൺക്ലേവുമായി സർക്കാർ മുന്നോട്ട്. നവംബർ 23 മുതൽ 3 ദിവസം കൊച്ചിയിൽ കോൺക്ലേവ് സംഘടിപ്പിക്കാനുള്ള ചർച്ചകളാണ് തുടരുന്നത്. 2 ദിവസമാക്കുന്നതും പരിഗണനയിലാണ്. വീണ്ടും അകത്തോട്ട് പോകുമ്പോൾ ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പ് ഇന്ത്യ സഖ്യം ധാരണയായി. നാഷണൽ കോൺഫറൻസ് 51, കോൺഗ്രസ് 32. BJP പട്ടികയിൽ 16 പേർ. ശ്രീജേഷിന്റെ സ്വീകരണം അനിശ്ചിതത്വത്തിൽ. ചടങ്ങ് എന്ന് നടക്കുമെന്ന് ഉറപ്പു നൽകാതെ സർക്കാർ. ഒളിമ്പിക് മെഡൽ ജേതാവ് ഹോക്കി താരം ശ്രീജേഷിന് സ്വീകരണം നൽകുന്നതിൽ സർക്കാരിൽ അനിശ്ചിതത്വം തുടരുന്നു. വിദ്യാഭ്യാസ കായിക വകുപ്പ് മന്ത്രിമാരായ ശിവൻകുട്ടിയും അബ്ദുൾ റഹ്മാനും തമ്മിലുള്ള ഭിന്നതയെ തുടർന്ന് തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ശ്രീജേഷിന് നൽകാനിരുന്ന സ്വീകരണം മാറ്റിവെച്ചിരുന്നു. യശ്വന്ത് സിൻഹ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു. ഹസാരിബാഗ് ജാർഖണ്ഡ്. BJP മുൻ നേതാവും കേന്ദ്ര ധനമന്ത്രിയുമായിരുന്ന യശ്വന്ത് സിൻഹ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു. വർഷാവസാനം നടക്കുന്ന ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുതിയ പാർട്ടി പ്രഖ്യാപിക്കാനാണ് ആലോചിക്കുന്നത്. 6 വരി വൈകും. മണ്ണെടുപ്പ് തടസ്സപ്പെട്ടിട്ട് 4 മാസം. ദേശീയപാത നിർമ്മാണത്തിന് മണ്ണെടുക്കുന്നതിൽ വീണ്ടും പ്രതിസന്ധി. കാസർഗോഡ് തിരുവനന്തപുരം ദേശീയപാത 66 നിർമ്മാണ ജോലികൾ മാർച്ച് മുതൽ പലയിടത്തും സ്തംഭിച്ച അവസ്ഥയിലാണ്. 6 വരിയാക്കൽ വൈകുമെന്ന് ദേശീയപാത അതോറിറ്റി സർക്കാരിനെ അറിയിച്ചു. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ കേരളത്തിൽ നടപടിയില്ല. ദീപാദാസ് മുൻഷി. ബംഗാളിൽ നടന്ന അക്രമത്തിന്റെ പേരിൽ തെരുവിലിറങ്ങിയവർ കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെ നടന്ന അതിക്രമങ്ങളിൽ ഒരു നടപടിയും എടുക്കുന്നില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി.
കണ്ണനെ വണങ്ങി പതിനായിരങ്ങൾ. അഷ്ടമിരോഹിണി ദിനത്തിൽ ഗുരുവായൂരിൽ ഉണ്ണിക്കണ്ണനെ തൊഴാനെത്തിയവരുടെ തിരക്കിന്റെ ഒരു ഫോട്ടോ മാതൃഭൂമി 7-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. കേരളത്തിലടക്കം രാജ്യത്ത് 12 വ്യവസായ പാർക്കുകൾ കേന്ദ്രാനുമതി ഉടൻ. പാലക്കാട് വ്യവസായ മേഖലയെന്ന് സൂചന. കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിൽ. സോഫ്റ്റ്വെയർ തകരാറും ജീവനക്കാരുടെ കുറവും PF അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നു. EPF ഓഫീസുകളിലെ സോഫ്റ്റ്വെയർ തകരാറും ജീവനക്കാരുടെ കുറവും മൂലം ഉയർന്ന പെൻഷന് വേണ്ടിയുള്ള അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നു. ഏകദേശം 6 കോടി വരിക്കാരും തൊഴിലുടമകളും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ ഒച്ചിഴയുന്നത് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ക്വാറിക്ക് അനുമതി നൽകണമെന്ന ന്യൂനപക്ഷ കമ്മീഷൻ ഉത്തരവ്. പരിസ്ഥിതി പ്രവർത്തകരുടെ നെഞ്ചിൽ സ്ഫോടനം. കരിങ്കൽ ക്വാറി നടത്തിപ്പിന് അനുമതി നൽകാൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഉത്തരവ് കണ്ട് ഞെട്ടി പരിസ്ഥിതി പ്രവർത്തകർ. ആലക്കോട് ഗ്രാനൈറ്റ് ഉടമ J. മാത്യുവിന്റെ ഹർജി പരിഗണിച്ചാണ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ A. റഷീദ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇനി സ്പോർട്സ് പേജിൽ വലിയതായിട്ടൊന്നും വാർത്തകളൊന്നും പ്രധാനപ്പെട്ടതായിട്ടൊന്നും കാണുന്നില്ല. എന്നാലും നല്ല രീതിയിൽ നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. ഓരോ ടീമിനെ കുറിച്ചുള്ള ഇന്നൊരു ട്രിവാൻഡ്രം റോയൽസ് എന്ന് പറഞ്ഞ ടീമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാന പേജിൽ പോയി കഴിഞ്ഞാൽ ബലൂചിസ്ഥാനിൽ ഭീകരാക്രമണം. മുസാഖേലിൽ 23 ബസ് യാത്രക്കാരെ വെടിവെച്ചു കൊന്നു. ഉത്തരവാദിത്വം ഏറ്റെടുത്ത BLA. ഫോണിൽ സംസാരിച്ച് മോദിയും ബൈഡനും ബംഗ്ലാദേശ് വിഷയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ജോ ബൈഡൻ ഫോണിൽ വിളിച്ചു. ബംഗ്ലാദേശിൽ ക്രമസമാധാന നില പുനഃസ്ഥാപിക്കുന്നതിനെ പറ്റി ഇരു നേതാക്കളും സംസാരിച്ചു. ഇന്ത്യൻ വംശജനായ ഡോക്ടർ US വെടിയേറ്റ് മരിച്ചു. ഇന്ത്യൻ വംശജനായ ഡോക്ടർ US സംസ്ഥാനമായ അലബാമയിലെ ടസ്കലൂസയിൽ വെടിയേറ്റ് മരിച്ചു. ഇതൊക്കെയാണ് പ്രധാനമായും കാണുന്നത്. ഇനി 2-3 വാർത്തകൾ കൂടെ ഉണ്ട്. ജാതി സെൻസസ് അനിവാര്യമെന്ന് ചിരാഗ് പാസ്വാൻ. രാജ്യവ്യാപകമായി ജാതി സെൻസസ് എന്ന ആവശ്യത്തോട് BJPക്ക് അനുകൂല നിലപാടല്ല. JDUവിന് പിന്നാലെ ജാതി സെൻസസ് ആവശ്യമുയർത്തി NDAയുടെ ഘടകകക്ഷിയായ LJPയും രംഗത്ത്. വായ്പകൾക്കായി RBIയുടെ ഏകീകൃത പ്ലാറ്റ്ഫോം ഉടൻ. ഏവർക്കും താങ്ങാനാവുന്ന ഇൻഷുറൻസ് പോളിസികൾ ലഭ്യമാക്കണമെന്ന് IRDA. ഈ ആഴ്ച 3 IPOകൾ. പ്രാഥമിക ഓഹരി വിപണി വീണ്ടും സജീവമാകുന്നു. ഈ ആഴ്ച 3 IPOകളാണ് വിപണിയിലേക്ക് എത്തുന്നത്. സൗരോർജ പാനലുകളും സെല്ലുകളും നിർമ്മിക്കുന്ന പ്രീമിയർ എനർജി, വാടക കാർ സേവന കമ്പനിയായ ഇക്കോ മൊബിലിറ്റി, വടക്കു കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ചിട്ടുള്ള വസ്ത്ര റീറ്റെയിൽ വിപണന ശൃംഖലയായ സ്റ്റൈൽ ബസാർ എന്നിവയാണ് IPO നടത്തുന്നത്. ഇതൊക്കെയാണ് ആദ്യ റൗണ്ടിൽ എനിക്ക് മാതൃഭൂമിയിൽ നിന്നും വായിക്കാനുള്ളത്. എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.